എനിക്കായി പിറന്നവനേ, എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി മരിച്ചവനേ, എന്നും എന്നും ആരാധന. എനിക്കായി പിറന്നവനേ, എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി മരിച്ചവനേ, എന്നും എന്നും ആരാധന. ആരാധന, 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 സ്തുതി. ആരാധന, 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 സ്തുതി. മാലാഖമാരോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധന, 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 സ്തുതി. ആരാധന, 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 സ്തുതി. വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ആരാധന, സ്തുതി. പ്രവാചകന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ആരാധന, സ്തുതി. രക്തസാക്ഷികളോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധന, സ്തുതി. സഭാപിതാക്കന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ആരാധന, സ്തുതി. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പാടാം. ആരാധന, സ്തുതി. നമ്മുടെ സഭയുടെ പിതാവായ മാർത്തോമാസയോട് ചേർന്നുകൊണ്ട് ആരാധിക്കാം. ആരാധന, സ്തുതി. നമുക്കായി പിറന്നവൻ, നമുക്കായി മുറിയപ്പെട്ടവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, ആ ദൈവം ഇതാ ഒരു കൊച്ചു അപ്പത്തിൻ്റെ രൂപത്തിൽ, ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നിന്റെ മുമ്പിലായിരിക്കുന്നു. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുകൊണ്ട് അതനം തുറന്നുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവിന്റെ വലിയൊരു അഭിഷേകം ഈ ആരാധന സമയത്ത് കടന്നു വരണമേ. ഇത് ആരാധിക്കുന്ന എല്ലാ മക്കളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവേ, നിന്റെ തിരുനിലാവിൽ ഒഴുകിയ തിരുരത്നത്തിന്റെ അഭിഷേകം ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ ചിന്തയിലേക്ക് കടന്നു വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളും കർത്താവെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അഭിഷേകം നൽകി, ആരാധിക്കാനുള്ള വലിയൊരു അഭിഷേകം നൽകി, വചനത്തിന്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവെ, റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് സ്നേഹം വലയം ചെയ്യും. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരുടെ എനിക്കെല്ലാം ചെയ്യും. ഈ വചനത്തിന്റെ ശക്തി ഈ നിമിഷം ഒഴുകട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കർത്താവെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എനിക്കായി മുറിയപ്പെട്ടവൻ, എനിക്കായി ഇല്ലാതായി തീർന്നവൻ. നമുക്ക് സ്തുതിച്ച് പാടാം. എനിക്കായി പിറന്നവനേ, എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി മരിച്ചവനേ, എന്നും എന്നും ആരാധന. ഇരുകരങ്ങളും യാചന രൂപത്തിൽ പാടാം. എനിക്കായി പിറന്നവനേ, ആഗ്രഹിച്ച് പാടി മക്കളെ. എനിക്കായി മുറിഞ്ഞവനേ, നമുക്കായി മുറിയപ്പെട്ടവനാണ് നമ്മുടെ നാഥൻ. എനിക്കായി
മികച്ചവനാണ് നമ്മുടെ നാഥൻ. ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യം വഴി ഞങ്ങൾ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായിരുന്നിട്ടും വിശുദ്ധ കുർബാന വഴി ഞങ്ങൾ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർ ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. യേശയ്യ 40:31. ഭാരതമണ്ണിൽ വചനത്തിൻ്റെ വിത്ത് വിതച്ച മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഇന്നേ ദിവസം വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ആ മാർത്തോമാ ശ്ലീഹായുടെ കയ്യിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. തോമാ ശ്ലീഹായുടെ വിശുദ്ധ പൈതൃകം പേറുവാൻ നമ്മെ സംബന്ധിച്ച് ഓരോ ജൂലൈ 3 ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസത്തിൻ്റെ ഉറവിടത്തെപ്പറ്റിയും അത് ആവശ്യപ്പെടുന്ന ത്യാഗത്തെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമാസ് ശിഷ്യന്മാരിൽ വലിയ പ്രമുഖനൊന്നും ആയിരുന്നില്ല. പക്ഷേ അവൻ്റെ വിശ്വാസവും അവൻ്റെ വിശ്വസ്തതയും എന്നും നമുക്ക് ഒരു മാതൃക തന്നെയാണ്. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ലീഹ സ്വന്തം ജീവിതത്തിൽ അത് പ്രവർത്തിച്ചു കാണിക്കുകയും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു ശിഷ്യൻ. ഉത്തിതിൻ്റെ തിരുമുറിവുകളിൽ സ്വന്തം കൈകൾ വെച്ച് അവിടുത്തെ സ്നേഹം ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ശിഷ്യൻ. താൻ തൊട്ടറിഞ്ഞ ക്രിസ്തുവിനെ തന്നിൽ മാത്രം ഒതുക്കി നിർത്താതെ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകിയ ഒരു മിഷണറി. ഈ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്കും നിനക്കുമെല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനത്തിൽ തോമാസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ എല്ലാമായ ഗുരുനാഥൻ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞത് പോയതിൻ്റെ വേദനയും തങ്ങളെ കൊല്ലുവാൻ നടക്കുന്ന യഹൂദന്മാരെ കുറിച്ചുള്ള ഭയവും നിമിത്തം മുറിവേറ്റ കുഞ്ഞാടുകളെ പോലെ ശിഷ്യന്മാർ ഒരു മുറിക്കുള്ളിൽ ഭയന്നിരിക്കുകയാണ്. ആ സമയത്ത് മുറിവേറ്റ ക്രിസ്തുനാഥൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് വരെ അവർ അനുഭവിക്കാത്ത ഒരു സമാധാനമാണ് ആ നിമിഷം തോമാസ് ലീഹ ഒഴികെയുള്ള മറ്റ് ശിഷ്യന്മാർ അനുഭവിച്ചത്. തങ്ങൾ അനുഭവിച്ച ആ സമാധാനം തോമാസ് ലീഹയോട് അവർ പങ്കുവെക്കുമ്പോൾ തോമാസ് ലീഹ ഒരു കൊച്ചുകുട്ടിയുടെ പോലെ വാശി പിടിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ്റെ ആണിപ്പാടുള്ള കൈകൾ ഞാൻ കാണുകയും അതിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ തൊടുകയും ചെയ്യാതെ ഇത് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. അവൻ്റെ വാശിക്ക് മുമ്പിൽ ക്രിസ്തുനാഥൻ തോൽവ് സമ്മതിക്കുകയാണ്. തോമാസ് ലീഹയ്ക്ക് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. തോമാസ് ലീഹ മാത്രമാണ് തിരുമുറിവിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ ഏക ശിഷ്യൻ. ക്രിസ്തുവിൻ്റെ ആഴം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അവൻ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കി നടന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ ചങ്കിൻ്റെ ആഴം തിരിച്ചറിഞ്ഞവൻ സ്വന്തം ചങ്ക് തന്നെ ക്രിസ്തുവിനെ പറിച്ചു കൊടുക്കുകയാണ്.
അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ്, മൈ ഗോഡ്. യോഹന്നാൻ 20:28. മുറിവേറ്റാലേ മുറിവുണക്കാനുള്ള വരം നമുക്ക് ലഭിക്കൂ. മുറിവേറ്റ തോമാശ്ലീഹയ്ക്ക് ക്രിസ്തു ഒരു ഔഷധമായി തീർന്നപ്പോൾ അവൻ ക്രിസ്തു അനുഭവമുള്ള ഒരു ശിഷ്യനായി തീർന്നു. മുറിവുകളെ തിരുമുറിവുകളാക്കുവാനും തിരുമുറിവുകളെ തിരുശേഷിപ്പുകളാക്കുവാനും സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ക്രിസ്തു അനുഭവം. തോമാശ്ലീഹ 3 വർഷം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവനാണ്. അവൻ്റെ ഉറക്കത്തിലും അവൻ്റെ ഊണിലുമെല്ലാം കൂടെ നടന്നവൻ. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം കണ്ണുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ. പക്ഷേ അവനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ അവൻ്റെ തിരുമുറിവുകളിൽ തൊടേണ്ട ആവശ്യം വന്നു. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളാണ് ക്രിസ്തു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ എനിക്കും നിനക്കുമെല്ലാം സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു വലിയൊരു ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ മാത്രമേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും സഹനങ്ങളിലുമെല്ലാം ക്രിസ്തുവിനെ സ്തുതിച്ചാരാധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ദൈവത്തിന് മുറുകെ പിടിക്കാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കണം. നമുക്കൊരു നിമിഷം അവൻ്റെ മുമ്പിൽ മുട്ടുമേ നിൽക്കാം. ഈ ദിവ്യകാരുണ്യ സമയത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ ആഴം മനസ്സിലാക്കുവാൻ, ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നിന്നെ മുറുകെ പിടിക്കുവാൻ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ലോകത്തിൻ്റെ സുഖവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം വെടിഞ്ഞ് നിന്നെ മാത്രം സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അങ്ങയുടെ ഹൃദയത്തിൻ്റെ ചൂട് അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പാദത്തിലിരുന്ന് അങ്ങയുടെ മൊഴികൾ കേൾക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. തോമാശ്ലീഹയുടെ പോലെ അങ്ങയുടെ തിരുമുറിവിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് രോഗങ്ങളും വരുമ്പോഴും വേദനകളും വരുമ്പോഴും അങ്ങയുടെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് സഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അതരം തുറന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അങ്ങയുടെ തിരുമുറിവിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. തോമാശ്ലീഹയ്ക്ക് അങ്ങേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തിരുപ്പാടിൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ തൊടുവാൻ അനുവദിക്കുകയും ചെയ്ത കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് കർത്താവേ, നിന്റെ സ്നേഹത്തിൽ വളരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, പാപികളാണ് കർത്താവേ, അയോഗ്യരാണ്. എങ്കിലും കർത്താവേ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മാത്രം ആശ്രയിക്കുവാൻ, നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതമെന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ആഴത്തിൽ ഞങ്ങളോട് തൊടണമേ എന്ന് ആഗ്രഹിച്ച് പാടാം. ആഗ്രഹിച്ച് പാടാം. ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ ലോകത്തിന്റെ വസ്തുക്കളെല്ലാം വിടിഞ്ഞുകൊണ്ട് നിന്നെ മാത്രം സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. മാർക്കോസ് 16:15. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ദിവ്യകാരുണ്യനാഥനായ യേശുനാഥ, ഈ നിമിഷം വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മിഷണർമാരെയും നിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ പകൽ മേഘസ്തംഭമായും
രാത്രി അഗ്നിസ്തംഭമായും കൂടെ നടന്ന ദൈവമേ, ഈ നിമിഷം എല്ലാ മിഷണന്മാരെ കൂടെ നടക്കണമേ. അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളിലും നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, നീയാണ് എൻ്റെ സങ്കേതം, നീയാണ് എൻ്റെ ആശ്രയം എന്ന് പറയുവാനുള്ള വലിയ കൃപ എല്ലാ മിഷണന്മാർക്കും നൽകണമേ. വചനം പ്രഘോഷിക്കുവാൻ എല്ലാ മക്കൾക്കും വലിയ കൃപ നൽകണമേ. കർത്താവേ, ദിവികാരുണ്യനാഥനായ യേശുനാഥ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മിഷണന്മാർ കർത്താവെ, ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും കർത്താവെ ദിവികാരുണ്യത്തിന്റെ ശക്തി പുറപ്പെടണം. കർത്താവെ, നിന്നെ ആഴത്തിൽ സ്നേഹിക്കുവാൻ, ആഴത്തിൽ നിന്നെ അനുഭവിക്കുവാൻ വലിയ കൃപ എല്ലാ മിഷണന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പാടുകയാണ്. പാടാം നമുക്ക്. നിമിഷം എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവികാരുണ്യനാഥ, ഹോസ്പിറ്റലിലും വീടുകളുമായി കഴിയുന്ന എല്ലാ രോഗികളെയും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗം മൂലം വേദന അനുഭവിക്കുന്നവർ, കൊറോണ രോഗം മൂലം വേദന അനുഭവിക്കുന്നവർ, തലവേദന അനുഭവിക്കുന്നവർ, ത്വക്ക് രോഗവേദന അനുഭവിക്കുന്നവർ, എല്ലാ രോഗികളെയും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ തൊട്ടാൽ മാത്രമേ ഞങ്ങൾ സുഖമാകുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവേ, അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവേ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവേ, ഈ നിമിഷം എല്ലാ രോഗികളെയും നീ തൊടണം. കർത്താവേ, രോഗത്തിന്റെ വേദനകളെല്ലാം കടന്നു പോകുമ്പോൾ, നിരാശകളുടെ എല്ലാം കടന്നു പോകുമ്പോൾ, ഇനി എന്ത് ചെയ്യുമെന്ന് വേദനിക്കുന്ന രോഗികളിലേക്ക് കർത്താവേ, ആഴത്തിൽ നിന്റെ സ്നേഹം അനുഭവിക്കാൻ ആ മക്കൾക്ക് വലിയ കൃപ നൽകണമേ. ഏത് രോഗാവസ്ഥയിലും ഏത് പീഡനത്തിന്റെ അവസ്ഥയിലും കർത്താവേ, നിന്റെ സ്നേഹം ഞങ്ങളെ സുഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവേ, എല്ലാ രോഗികൾക്കും നിന്റെ ആഴം മനസ്സിലാക്കുവാൻ, തോമാസ് ലീഹായ്ക്ക് നിന്റെ തിരുമുറിവുകൾ കാണിച്ചതുപോലെ നിന്റെ മുറിവുകൾ കൊണ്ട് അവരെ സുഖപ്പെടുത്തണമേ. നിന്നെ സ്നേഹം കൊണ്ട് ആ മക്കളെ വലയം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിഷം എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ അടിമപ്പെട്ട് കഴിയുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്നവർ, ദൈവസ്നേഹം അനുഭവിക്കാത്തവർ, നിമിഷം കർത്താവേ, നിന്റെ സ്നേഹം ആ മക്കൾ അനുഭവിക്കണം. ഈ ലോകം മുഴുവൻ എല്ലാ യുവതി യുവാക്കളും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയണം. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി ഇല്ലാതായി തീർന്നവനാണ്. ആ ബോധ്യം എല്ലാ യുവതി യുവാക്കളും അറിയണം. കർത്താവെ, ഞങ്ങൾ ഇരുക്കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ആരാധിക്കാൻ ഈ നിമിഷം കർത്താവെ എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാനസാന്തരത്തിന് വലിയ കൃപ നൽകണമേ. കർത്താവെ, നീ തോമാസിലേക്ക് നിന്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തവനാണ്. ഈ നിമിഷം എല്ലാ യുവതി യുവാക്കൾ കർത്താവിന്റെ മുറിവ് മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ ആഴം മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ വലിയ കൃപ നൽകണമേ. ഞങ്ങൾ ഇരുക്കരങ്ങളും ഉയർത്തിക്കൊണ്ട് അത്തരം തുറന്ന് സ്തുതിക്കുന്നു. കർത്താവേ, യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, ഈ നിമിഷം മാനസാന്തരത്തിന് വലിയ ഫലങ്ങൾ എല്ലാ യുവതി യുവാക്കളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നീ മാത്രമാണ് ഞങ്ങൾ രക്ഷകൻ എന്ന് പേറ്റ് പറയുവാൻ എല്ലാ യുവതി യുവാക്കളിലേക്ക് നീ തൊടണം. കർത്താവേ, നീ തൊട്ടാൽ മാത്രമേ ആ മക്കൾക്ക് മാനസാന്തരം ഉണ്ടാവും. ധൂർത്തുപുത്രനെ പോലെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, നിന്നെ മാത്രം ആശ്രയിക്കുവാൻ, നിന്നെ മാത്രം തേടുവാൻ, നിന്നെ മാത്രം അഭയം തേടുവാനുള്ള വലിയ കൃപ നൽകണമേ. കർത്താവേ, തെറ്റായ സ്നേഹബന്ധങ്ങൾ കഴിയുന്നവരെ കർത്താവേ, ഈ നിമിഷം ആ ബന്ധങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. എല്ലാ തിന്മയുടെ, സാത്താന്റെ തിന്മയുടെ ശക്തി കർത്താവേ, നിന്റെ കുരിശിന്റെ ശക്തിയാ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാ ഈ നിമിഷം ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ. കർത്താവേ, നിനക്ക് ഞങ്ങൾ നിന്നെ മുറുകെ സ്നേഹിക്കുവാൻ, ആഴത്തിൽ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ
ഒരുമിച്ച് പാടുന്നു. ഇടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒത്തിരി മക്കൾ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ജോലിയില്ലാതെ വേദന അനുഭവിക്കുന്നവർ ഈ നിമിഷം ദിവ്യകാരുണ്യനാഥ നീ ആ മക്കളിലേക്ക് തൊടണം. കർത്താവേ, നീ തൊട്ടാൽ മാത്രമേ ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. നീയാണ് ഞങ്ങളുടെ സങ്കേതം, നീ മാത്രമാണ് ഞങ്ങൾ ആശ്രയമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്ന് തോമാസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തോമാസ് സ്ലീഹായുടെ വിശ്വാസം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. കർത്താവേ, ദുഃഖത്തിന്റെ നിമിഷങ്ങളിലെല്ലാം പലപ്പോഴും ഞങ്ങളുടെ നിന്നിലുള്ള വിശ്വാസം മാറിപ്പോകുന്നുണ്ട്. കർത്താവേ, ഈ നിമിഷം നീ ആ തോമാസ് സ്ലീഹയ്ക്ക് തിരുമുറുകൾ കാണിച്ചുകൊണ്ട് അവന് കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ സഹായിച്ചതുപോലെ ഈ നിമിഷം എല്ലാ ഭവനങ്ങളിലേക്കും കർത്താവ് വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവെ നീ തൊടണം. നിന്റെ തിരുമുറിവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. കർത്താവെ, നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയം വഹിക്കുന്നത്, നിന്നിൽ മാത്രമാണ് ഞങ്ങൾ സങ്കേതം വഹിക്കുന്നത്. കർത്താവെ, ഏത് പ്രതിസന്ധിയുടെ സമയത്തിലും കർത്താവെ നിന്നെ ആശ്രയിച്ച ഞങ്ങൾക്ക് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, നീ മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഏത് ദുഃഖം വന്നാലും കർത്താവെ, ഏത് സഹനം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് പീഡനങ്ങൾ വന്നാലും കർത്താവെ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ഉത്തരം നൽകണം. തോമാസ് സ്ലീഹായ്ക്ക് നീ ഉത്തരം നൽകിയതുപോലെ കർത്താവെ ഈ നിമിഷം ഞങ്ങൾക്ക് ഉത്തരം നൽകണം. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പാടുകയാണ്, ആഴത്തിൽ ഞങ്ങളോട് തൊടണമേ. നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ആരാധിക്കാം. കർത്താവെ, ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന് ആശീർവാദ സമയമാണ്. മക്കൾ എത്രമാത്രം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാൻ സാധിക്കും, അത്രമാത്രം സ്തുതിച്ച് ആരാധിക്കും. ഈ ദിവ്യകാരുണ്യത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം. തോമാസ് സ്ലീഹായ്ക്ക് മാറ്റം വന്നതുപോലെ കർത്താവെ, ഈ ദിവ്യകാരുണ്യ സമയത്ത് വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം. കർത്താവെ, നിന്നെ ആശ്രയിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ, ആരാധന ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഇറങ്ങി വരണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ച് ആഴത്തിൽ ഇടപെടുന്നുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, സഭയിലേക്ക് കർത്താവേ അങ്ങ് ആഴത്തിൽ ഇടപെടണമേ. കർത്താവേ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും